ഹായ് ഫ്രണ്ട്സ്, UK മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് തടച്ചുകൊണ്ട വെക്കാനായിട്ടുള്ള പ്ലാനാണ്. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്, എന്നാലും നമ്മൾ ഒരു വല വീശി തീറ്റിയൊക്കെ പിടിച്ചേച്ച് ഒന്ന് അവിടെ ആ കണ്ടത്തിലൊക്കെ കൊണ്ടുവന്ന് വെക്കാമെന്നും പറഞ്ഞുകൊണ്ടാണ്. മഴ ചാറുന്നുണ്ട്. നമ്മൾ ചൂണ്ടയെല്ലാം നേരത്തെ കെട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ടൈപ്പ് ചൂണ്ട എടുക്കുന്നു. എന്തായാലും കൊണ്ടുവന്ന് ഒരു വല എടുത്തിട്ടുണ്ട്. വീശി നമ്മൾ തെളിവല എടുക്കുന്നത്. തെളിവല മറ്റേ പൊടിവല എടുത്ത് കഴിഞ്ഞാൽ പണി കിട്ടും. മൊത്തം നമുക്ക് വെള്ളം പറ്റുന്നതുകൊണ്ട് ട്രാക്ടർ അടിച്ചിട്ടേക്കുന്നതുകൊണ്ട് പൂള കയറും, പിന്നെ വലിച്ചു വയ്ക്കാൻ പാടാം. ഇത് നമ്മൾ ചെമ്മീനൊക്കെ വീശാൻ എടുക്കുന്ന പോലെ, ചെമ്മീന് സിലോപ്പിയ ഒക്കെ വീശാൻ പറ്റിയ വലയാണ്. അപ്പോൾ ഒരു വല വീശി തീറ്റയൊക്കെ പിടിച്ചിട്ട് പെയ്യെ ചൂണ്ട വെക്കാം. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് വീശിയിട്ട് ഒരു രക്ഷയില്ല. കുത്തുവലക്കാർ വന്ന് മൊത്തം വേണ്ട വെള്ളം കലയും കിടക്കുക. വേണ്ട മൊത്തം വെള്ളം മൊത്തം കലയും കിടക്കുക. നമുക്ക് ഒന്നോ രണ്ടോ വയമ്പ് ഏതാണ്ട് കിട്ടിയിട്ടുണ്ട്. 2 വയമ്പ് ഇട്ടിട്ടുണ്ട്. നമുക്ക് അതിനെ രണ്ടിനെയും കൂടെ കൊണ്ട് കോർത്ത് വെച്ച് നോക്കാം. വേണ്ട കൊല്ലാതെ കൊണ്ടുപോയി വെച്ച് നോക്കാം. വെച്ചിട്ട് നമുക്കൊരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഒന്ന് പൊക്കി നോക്കാം. എല്ലാം കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ കണ്ടെത്തി വെക്കാൻ പറ്റത്തില്ല. ഒരു കുഴിക്കകത്ത് കൊണ്ട് വെച്ച് നോക്കാം, എല്ലാം കിട്ടുകയില്ല നോക്കാം. കണ്ടോ, വെള്ളം മൊത്തം കലയും കിടക്കുക. കുത്തുവലക്കാർ വന്ന് ചാടി ഇനിയും തോട്ടി ചൂണ്ട വെച്ച് കഴിഞ്ഞാൽ ഒരു ഉപ്പ് കിട്ടത്തില്ല. അവന്മാർ മൊത്തം തൂത്ത് വാരിക്കൊണ്ടുപോകും. അപ്പോൾ വേണ്ട, നമ്മൾ ഇവിടെ ഒരു വല വീശിയതാണ്. പൂട്ടിയിട്ടേക്കുന്ന കണ്ടെത്തി നമ്മളൊരു വല വീശിയപ്പോൾ മീൻ കിട്ടി. വള്ളത്തിൽ പരല് സിലോപ്പിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അവിടുന്ന് വെള്ളം ഇങ്ങോട്ട് ഒഴുകുന്നുണ്ട്, ഇവിടുന്ന് മീൻ കയറുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെയും കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒന്നുകൂടെ വീശി നോക്കാം. ഇവിടെ മീൻ ഇപ്പോൾ ഉണ്ട്, സിലോപ്പിയൊക്കെ ഓടുന്നുണ്ട്. അതിന് ചൂണ്ട വെച്ച് വന്നിട്ട് ഒന്നുകൂടെ വീശി നോക്കാം. വേണ്ട വല കുറേ ഒരു സിലോപ്പിയ, പിന്നെ വേണ്ട വരാലിൻ്റെ മെയിൻ സാധനം പള്ളത്തി. ഇതെന്തുവാന്ന് വരാഞ്ഞൊടുക്കൊക്കെ കിടപ്പുണ്ട്. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ വള്ളം ഒഴുകിപ്പോയി. അതൊന്ന് എടുക്കണം. നമുക്ക് വള്ളത്തെ പോയി അവിടെ ഒരു പോച്ചക്കണ്ടമുണ്ട്. ആ പോച്ചക്കണ്ടത്തിൽ പോയി ചൂണ്ട വെക്കണം. വെള്ളമില്ലാത്തതുകൊണ്ട് വള്ളം നീങ്ങുമെന്ന് സംശയമാണ്. നമുക്ക് എന്തായാലും കൊണ്ട് വെച്ച് നോക്കാം. വലിച്ചിട്ട് വള്ളം നീങ്ങാൻ പോകും. അപ്പോൾ എന്തായാലും ചൂണ്ട വെച്ചിട്ട് കാണിക്കാം. നല്ല ഒഴുക്കുണ്ട് ഇവിടെ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിതിൻ്റെ അകത്ത് 3 ചൂണ്ട വെച്ചുള്ളൂ. എന്ന് പറഞ്ഞാൽ വെള്ളക്കുറവില്ല, ഇത്രയും വെള്ളമേ ഉള്ളൂ. നമ്മുടെ ചൂണ്ട വെച്ച് കഴിഞ്ഞാൽ മീൻ അടിക്കത്തില്ല. ഞാൻ പിന്നെ ചുമ്മാ 3 വെച്ച് 3 ആ കുഴിയിലൂടെ കൊണ്ട് വെച്ച് നോക്കാം, വല്ലതും അടിക്കുമോ നോക്കാം. എന്തായാലും ഇതെന്നിപ്പോൾ വൈകിട്ടേ വന്ന് നോക്കുന്നുള്ളൂ. ആണ്ടൊരു ചൂണ്ട ആ വള്ളത്തിൻ്റെ തലയ്ക്കന്നെ കിടപ്പുണ്ട്. ഒരെണ്ണം നേരെ അതിൻ്റെ അപ്പുറത്ത്. വെള്ളം ഒട്ടുമില്ല, ഞാൻ ഇറങ്ങി ഇത് കാണിച്ചു തരാം. ഇത്രയും വെള്ളമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. ഇത്രയും വെള്ളമേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് മീൻ കാണത്തില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് പോച്ച ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ കൊണ്ട് വെച്ചതന്നേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് വണ്ടി അടിച്ച് വായിക്കൊണ്ട് ഇതിൻ്റെ അകത്തോട്ട് മീൻ കയറുമല്ലോ എന്നും പ്രതീക്ഷിച്ച് ഞാൻ കൊണ്ട് വെച്ചു. എന്തായാലും പോയേക്കാം നമുക്ക്. ഞാൻ കയറി നിന്നിട്ട് പോലും ഈ വള്ളം നീങ്ങുന്നില്ല. അപ്പോഴേ ഒഴിക്കാനുള്ളത് വേണ്ടോ. നല്ല സൂര്യനൊക്കെ ഇങ്ങനെ അസ്തമിച്ചുകൊണ്ടിരിക്കും. എന്താ വള്ളം അങ്ങോട്ട് നീങ്ങുന്നില്ല. അപ്പം നമുക്ക് അവിടെ ഒരു വലയും കൂടെ വീശിയിട്ട് ചൂണ്ട കൊണ്ട് വെക്കാം, എവിടെയെങ്കിലും ഒക്കെ. ഇവിടെ ഇപ്പോൾ നമുക്കൊരു വീശിയുടെ വീശി നോക്കാം. ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും വീശി നോക്കാം, എല്ലാം കിട്ടുമോ നോക്കാം. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഏതാണ്ട് നമ്മൾ ഇറങ്ങി ഇന്നൊന്ന് വീശാൻ പോവാണേ. നോക്കാം. അങ്ങോട്ട് ഇറങ്ങി തള്ളി.
കുഴപ്പമില്ലാത്ത രീതിയിൽ മീൻ കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് ഒലച്ചെടുത്ത് ഇപ്പോൾ വേണ്ട നമ്മൾ സിലോപ്പിയ ഉദ്ദേശിച്ചാണ് വീശിയത്. ഇപ്പോൾ ഒരു സിലോപ്പിയായേ കിട്ടിയുള്ളൂ. അവിടെ നല്ലൊരു കള നിപ്പുണ്ടായിരുന്നു. എന്തായാലും ഒരു വലയും കൂടെ വീശി നോക്കാം. അതുകൊണ്ട് പരൽ എല്ലാത്തിനെയും പെറുക്കിയിടുവാണ്. പറ്റിച്ച് തേങ്ങ ഇട്ട് പറ്റിച്ച് കഴിച്ചാൽ മതി. പരലങ്ങോട്ട് വറുത്തങ്ങോട്ട് കോരിയിട്ട് കറി വെക്കണം. ഇപ്പോൾ നമ്മുടെ ചൂണ്ട വേണ്ട ഇവിടെ കിടപ്പുണ്ട്. ഒരനക്കവും ഇല്ല, വെള്ളക്കുറവില്ല. തീറ്റയുണ്ടോ ഇല്ലയെന്ന്. തീറ്റയുണ്ട്. തീറ്റയ്ക്ക് ജീവൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം സംശയം. അവൻ്റെ ഇന്ന് തടച്ചുകൊണ്ട് വെച്ചിട്ട് ഒരു രക്ഷയില്ല. ചൂണ്ടയിൽ അനക്കമൊന്നുമില്ല. ഇതൊരു കുഴിക്കണ്ടമാണ്. നല്ല ചേറ് കൊണ്ടിട്ടേക്കുന്നുണ്ട്. വള്ളത്തിന് പോയി ചേറ് കൊണ്ടിടുന്നത്. അതുകൊണ്ട് ഈ പള്ളത്തി സാധാരണ വരാലിൻ്റെ മെയിൻ സാധനമാണ് പള്ളത്തി. അവിടെ പോലും മീനില്ല. ഇതിലും പള്ളത്തിയാണ്. ഇത് പരലല്ല, വായമ്പാണ്. ഇന്നത്തെ വീഡിയോ നിർത്തുവാണ്. ഒരു രക്ഷയുമില്ല. നമ്മുടെ ചൂണ്ടയിൽ മീനൊന്നും അടിക്കുന്നില്ല. എന്താണോ എന്തോ. സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ചു കഴിഞ്ഞു. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് തീരുവാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ലൈക്കൊക്കെ അടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്താണ്. യൂട്യൂബ് ചാനലിലൂടെ ഉണ്ട്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ടാറ്റ, നാളെ വരാം. ഇന്നത്തെ വീഡിയോ തീരുവാണ്. പക്ഷേ ഈ തോട് കളിക്കുകയാണെങ്കിൽ തോട്ടിലെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ. അപ്പോൾ തോട്ടിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കിടക്കുന്നതുകൊണ്ട് ഒരു രക്ഷയില്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ടാറ്റ. മീൻ വല്ലതും കിട്ടുവാണെങ്കിൽ ഇനി കാണിക്കാവേ.